എന്താല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ സ്വപ്നം കണ്ട കുട്ടികൾ 7000 റാങ്കൊക്കെ താഴോട്ട് പോയത്. ആൻഡ് ഇന്നലെ കരഞ്ഞിട്ട് ഉറങ്ങാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല നമ്മൾക്ക് എന്തിനാ. അതുകൊണ്ട് മക്കളെ ഒരു കാര്യം ഞാൻ 100% പറയണേ, നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും, ഇതിനെതിരെ സുപ്രീം കോടതി പോകുമെന്ന് മാത്രമല്ല ജൂലൈ 14 സുപ്രീം കോടതി റീ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കും. അവസാനം അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം നമ്മൾ ഇതിനെതിരെ നമ്മൾ പോരാടും. ആൻഡ് ജയിക്കോ തോക്കോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, കീമിന്റെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. കാരണം പല ഇങ്ങനത്തെ കേസസും അലോട്ട്മെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് സുപ്രീം കോടതിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പം ആ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. എന്ത് വിധേനയും ഒരാഴ്ചയെങ്കിലും 14-ാം തീയതി എന്നാണ് ഈ ചൊവ്വാഴ്ച ഒരാഴ്ചയെങ്കിലും എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ വിചാരിക്കും പറ്റൂലെന്ന്, പക്ഷെ പറ്റൂടാ. കാരണം നിങ്ങൾ ആലോചിച്ചത് 2024-ലും 2025-ലും ഇനി 26-ലും +2 കഴിയാൻ പോകുന്ന ഏകദേശം എന്താണ്, സയൻസ് 6 ലക്ഷം കുട്ടികളുണ്ട്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും കൂടെ കൂട്ടാണ് നമ്മൾ 12 ലക്ഷം കുട്ടികളുണ്ട്. നമ്മളെ പാരന്റ്സും കുടുംബക്കാരും കൂടെ കൂട്ടാണ് നമ്മൾ ഏകദേശം 50 ലക്ഷം ആൾക്കാരുടെ ഗ്രൂപ്പാണ്. ആൻഡ് അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോകണം. അപ്പൊ ഏത് പാർട്ടി ആണെങ്കിലും എന്താ നമ്മുടെ വോയിസിന് വാല്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന പരിചയമുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും പാർട്ടി ഭേദമന്യേ എന്ത് ചെയ്യുക, അവരുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും നേരിട്ട് അറിയാമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വിദ്യാർത്ഥികൾ ഇതിനെതിരെ സുപ്രീം കോടതി പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരാഴ്ചയെങ്കിലും അലോട്ട്മെന്റ് പ്രൊസീജിയർ നിങ്ങൾ ലേറ്റ് ആക്കണം എന്ന് പറയാം. അത് അവർ ലേറ്റ് ആക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഹോപ്പ് ഉണ്ട്. പിന്നെന്താണ്, ബാക്കിയൊക്കെ സുപ്രീം കോടതിയുടെ കയ്യിലാണ്. സോ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മുഴുവൻ നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ +2 കഴിഞ്ഞ കുട്ടികൾക്കും +2 എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരുടെയൊക്കെ ഇൻബോക്സുകൾ നമ്മളുടെ റിക്വസ്റ്റുകൾ കൊണ്ട് നിറയട്ടെ.